നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗുണ്ടാ വിളയാട്ടത്തിൽ വാ പൊളിച്ച് ഒരു നഗരം, പോലീസ് നനഞ്ഞ പടക്കം. ഗുണ്ടകൾ നാടുവാഴുന്ന കാലമായി ഇന്ന് കൊല്ലം നഗരം മാറിയിരിക്കുന്നു. നെഞ്ചിടിപ്പോടെയാണ് കൊല്ലം നഗരം ഓരോ ദിവസവും ഉണരുന്നത്. ഇവിടെ കുട്ടികൾ പോലും ഒരു ക്രൈം ഹബിന്റെ വിളയാട്ടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഉണർന്നിട്ടില്ല. അസഭ്യം പറഞ്ഞും ചോദ്യം ചെയ്തും ചൊറിഞ്ഞും അവർ ആക്രമണം തുടരുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളുടെ വിളനിലമായി ഇന്ന് കൊല്ലം നഗരം മാറിയിരിക്കുന്നു. ഇവർക്ക് സഹായികളായി എത്തുന്നതാകട്ടെ പോലീസ് തലപ്പത്തുള്ളവരും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും തണലിൽ കഴിയുന്ന ഗുണ്ടാ നേതാക്കളെ തൊടാൻ പോലും പലർക്കും പേടിയാണ്. ഗുണ്ടകൾക്ക് സാമ്പത്തിക സഹായം വരെ പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ലഭിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളാണ് ഗുണ്ടാ നേതാക്കളുടെ പേരിൽ കെട്ടിക്കിടക്കുന്നതെങ്കിൽ ശിക്ഷ ലഭിച്ചത് വിരലിൽ എണ്ണാവുന്ന കേസുകൾ മാത്രം. 388ഓളം പേരാണ് കൊല്ലം ജില്ലയിൽ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഡ്രഗ്സും മദ്യവും നൽകിയാണ് ഗുണ്ടാ സംഘങ്ങൾ ഗാങ്സ്റ്റേഴ്സിനെ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് പണവും രാജകീയം എന്ന് തോന്നിപ്പിക്കുന്ന ആഡംബര കാറുകളും ഇവർക്ക് നൽകുന്നു. പിന്നീട് കൊലവിളിയുമായി അഴിഞ്ഞാടുന്ന ഗുണ്ടകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൊല്ലത്ത് തന്നെ പല പ്രമുഖ ബിസിനസ് മാഫിയകളെയും സഹായിക്കുന്നത് ഈ ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ടവരാണ്. ബാർ ഉടമകൾ, പ്രമുഖ ഹോട്ടൽ ബിസിനസ് മാഗ്നറ്റുകൾ, ബിൽഡേഴ്സ് എന്നിവരുടെ നിലനിൽപ്പ് പോലും ഈ ഗുണ്ടാ സംഘങ്ങളുടെ നിഴലിലാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 20-ൽ കുറയാതെ കൊലപാതകങ്ങളാണ് കൊല്ലം നഗരത്തിൽ നടന്നുവെന്നാണ് പോലീസ് കണക്കുകൾ. മാത്രമല്ല 100-ലേറെ വധശ്രമങ്ങളും നടന്നു. ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ കരുതൽ തടങ്കലിലെടുക്കാനോ നാട് കടത്താനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളരാൻ മൂർച്ച കൂട്ടുന്നത്. ബസ്, റെയിൽവേ സ്റ്റേഷനുകൾ, കോളനികൾ, ബാർ, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഗുണ്ട ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. സംഘങ്ങളായും ചേരികളായും തിരിഞ്ഞാണ് ഏറ്റുമുട്ടലുകൾ. കൊല്ലം ഓവർബ്രിഡ്ജ് കേന്ദ്രീകരിച്ചും ബീച്ച് കേന്ദ്രീകരിച്ചും അർദ്ധരാത്രിയിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. കാറിൽ മുഖംമൂടി ധരിച്ചെത്തി സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് വെട്ടി പരിക്കേൽപ്പിച്ചാണ് ഗുണ്ടാ സംഘങ്ങൾ കൊലവെറി നടത്തുന്നത്. ഇത്തരത്തിൽ 1 മാസം മുമ്പ് വധശ്രമ കേസിലെ പ്രതിയായ സന്തോഷ് എന്ന ഗുണ്ടാ നേതാവിനെ കൊല്ലം നഗരിയിൽ കരുനാഗപ്പള്ളിയിലെ വീട്ടിലെത്തി വെട്ടി പരിക്കേൽപ്പിച്ചത് വാർത്തയായിരുന്നു. മാത്രമല്ല, കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാൻ വൈകിയ സംഭവത്തിൽ കട ഉടമയായ അമൽകുമാറിനെ ഗുണ്ടാ നേതാവ് മങ്ങാട് നിഖിലേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച് അവശനാക്കിയതും വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊല്ലം ജയിൽ വാർഡനെ ജിം സന്തോഷ് വധക്കേസ് പ്രതി അതുലിന്റെ മർദ്ദനമേറ്റതും പ്രമുഖ വാർത്തയായിരുന്നു. ഇതിനു പുറമെ രാഷ്ട്രീയ നേതാക്കളുടെ വിരലനക്കത്തിനനുസരിച്ച് മാത്രം ചലിക്കുന്ന ഗുണ്ടാ മാഫിയ സാമ്രാജ്യവും കൊല്ലത്തുണ്ട്. സർവപ്രതാപികളായ ഗുണ്ടാ സംഘങ്ങളാണ് ഇവർ. ഇവർക്കെതിരെ വിരലനക്കാൻ പോലും പോലീസിന് ഇന്ന് ഭയമാണ്. ജയിലിലെത്തിപ്പെട്ടാൽ നക്ഷത്ര സൗകര്യങ്ങൾ ലഭിക്കുന്ന VIP തടവുകാരാണ് ഇവർ. ജില്ലയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഗുണ്ടാ സംഘങ്ങളുണ്ട് എന്ന് ആരോപണമുണ്ട്. മാത്രമല്ല, ജില്ലയിൽ കുഴൽപ്പണം കടത്തിലും സ്വർണ്ണക്കടത്തിലും വരെ മാഫിയ സംഘങ്ങളുടെ നിയന്ത്രണമുണ്ടെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സ്പിരിറ്റ് കടത്തിലും ഗുണ്ടാ മാഫിയകളുടെ സാന്നിധ്യം പ്രകടമാണ്. ചുരുക്കത്തിൽ ഗുണ്ടാ മാഫിയകളുടെ സാമ്രാജ്യമായി കൊല്ലം നഗരം മാറിയിരിക്കുകയാണ്.